പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്നത് വി ഡി സതീശനാണെങ്കിലും കൃത്യമായും ഇപ്പോൾ യു ഡി എഫിൽ പുതിയ അധികാരമാറ്റത്തിൻ്റെ സമയമായിരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ട്രെൻഡുകളാണ് വരുന്നത്. അതായത് രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന ഐ ഗ്രൂപ്പ് ശക്തമായി ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. അത് വി ഡി സതീശനെ ഒതുക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് വഴി അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ഒരു ഡീലിങ്ങിലേക്ക് നീങ്ങുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിയാൽ ചാണ്ടി ഉമ്മന് സുപ്രധാന റോളുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് കാര്യമായി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് 5 കൊല്ലം പോലും തികയുന്നില്ല MLA ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ വീറ്റാക്കാനാണ് ശ്രമമെങ്കിൽ അത് ശരിയായ കാര്യമല്ല. പല നേതാക്കളും വർഷങ്ങളായി MLA ആയിട്ടും അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ഹൈപ്പ് ജനങ്ങൾക്കിടയിൽ ചാണ്ടി ഉമ്മന് നേടിയെടുക്കാൻ കഴിയുന്നു എന്നത് ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹം അസഭ്യം പറയാറില്ല. അദ്ദേഹം മിതത്വത്തിലേ സംസാരിക്കാറുള്ളൂ. തൻ്റെ പിതാവിൻ്റെ അതേ രീതിയിൽ അത് ഒരു റോൾ മോഡലാക്കി അത് പ്രാവർത്തികമാക്കാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്ന ഒരു നേതാവായി തന്നെയാണ് ചാണ്ടി ഉമ്മനെ കണക്കാക്കുന്നത്. പുതുപ്പള്ളി മാത്രമല്ല, കേരളത്തിലെ സർവ കോൺഗ്രസ് നേതാക്കളും അത്തരത്തിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത്. മുൻ KPCC അധ്യക്ഷനായ K സുധാകരൻ ഉൾപ്പെടെ ചാണ്ടി ഉമ്മൻ നേതൃനിരയിലേക്ക് വരേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വി ഡി സതീശന് ഉണ്ടായിരിക്കുന്ന പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വി ഡി സതീശന് എത്രയൊക്കെ ഇമേജ് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. എന്തിനധികം പറയുന്നു, രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു വാല്യൂ പോലും വി ഡി സതീശന് ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സതീശനാണ് K സുധാകരനെ അള്ളുവെച്ച് പുറത്താക്കി ആത്മനിർവൃതിയോടെ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ അപജയം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. CPIM-നെതിരെ ഒത്തൊരുമിച്ച് പോരാടേണ്ട നിമിഷത്തിൽ K സുധാകരനെ പോലൊരു വ്യക്തി KPCC അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തി അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കണമോ തുടരണോ എന്നുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായനെ. ഒന്ന് ആലോചിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും ജയിപ്പിക്കുമ്പോൾ KPCCയുടെ ചുമതല ഉണ്ടായിരുന്ന സുധാകരന് തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നിട്ടും സതീശനടക്കമുള്ളവർ ചേർന്ന് അള്ളുവെക്കാൻ ശ്രമിച്ചത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് K സുധാകരൻ ആത്മാർത്ഥമായി പറഞ്ഞ തനിക്ക് വിഷമമുണ്ട്, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നീക്കിയത് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ പിണറായി സത്തെ തകർക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ താല്പര്യം. അത് പരിപൂർണമായ ദൗത്യം വിജയിച്ചില്ല എന്ന് തനിക്ക് ഓർക്കുമ്പോൾ വിഷമമുണ്ട് എന്നുള്ളത് K സുധാകരൻ പറയുക തന്നെ ചെയ്യുന്നുണ്ട്.